എന്റെ വണ്ടി എടുത്തത്. ഇപ്പൊ അറിയണം. നേരം വെളുത്തോമ്പോൾ ഞാൻ എന്റെ വണ്ടി അന്വേഷിച്ച് ഇറക്കുക. ആശാന് എവിടുന്ന് വരുന്നു? നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല. പിന്നെ എനിക്കറിയാവൂ. രാവിലെ 9 മണിക്ക് ഇതെഴുതി നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി എടുത്തേ? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? എടാ മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ള് ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാണോ പോകുന്നത്? എന്റെ ചോറ എന്റെ വണ്ടി. എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവൂല. ഒരു കുപ്പി കല്ല് വാങ്ങിച്ചാടാ പ്ലീസ്. കൊച്ചുട്ടി ഒരു കുപ്പി കല്ല് പറയടാ. ആശാന്റെ പറ്റിൽ എഴുതിക്കോ. ആശ അവിടെ ഇരിക്കെ. കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചേറ്റെ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞെങ്കിൽ വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ? ശരി. ആശാനെ, ആശാനെ, ഇല്ല. ചാണ്ടിക്കുഞ്ഞാശാനെ. ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയോ? വണ്ടിയുടെ താക്കോൽ ചുമ്മാ വണ്ടി ഞാൻ വിറ്റു. എന്തൊരു കഷ്ടമാണ് നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഇടൂ. ഒരു കുപ്പി വേണോ? കുടിച്ചോ. ആവശ്യമില്ല. ആശാൻ അങ്ങ് പറഞ്ഞു വേണ്ട. ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. ഗുരുവായൂർ പോവാന്ന് എന്റെ ശിഷ്യൻ. അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരു പോക്ക് പോയി ചത്തു. കാടു കുളിരിന് കൂടു കുളിരിന് മാടും. ഇറങ്ങടാ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് നടക്കണം. പിടി. ആരാ? അയ്യോ, അപ്പോ ഓടിക്കോ. അവന്മാരെന്നാ പറയാനാ? താൻ വടിച്ചു ജീവിക്കുന്നു, ഞാൻ പൊടിച്ചു ജീവിക്കും. അത്രേ ഉള്ളൂ. അയ്യോ, അതാരാണ്? അപ്പൂട്ടനല്ലേ? നീനാടാ ഒരു കട്ടേച്ചോ കൊന്നച്ചോട് വരുന്നേ?
അതൊരു ഏനക്കേട് പിടിച്ച ഓട്ടമാണല്ലോ താമരാക്ഷ. ആ വാ. ഉം. ഗോവൻ സാറേ, ഗോവൻ സാറേ, ഗോവൻ സാറേ, ഗോവൻ സാറേ, ഗോവൻ സാറേ. ഓ നീയാണോ? എന്താടാ അർദ്ധരാത്രി പറയടാ. സാർ ഒന്ന് പുറത്തു വന്നേ. നീ കാര്യം പറ. ആ സുഗന്ധിയെ ആരും കൊന്നു. നീ അങ്ങോട്ട് പോ, ഞാൻ വരാം. ആ. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടു സാർ. 2-3 പേര് ചേർന്ന് ശവം ആറ്റുതീരത്തുള്ള തെങ്ങും തോപ്പി കൊണ്ടിട്ടു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടിയിലാ ശവം കൊണ്ടുവന്ന്. നീ എന്തിനാ തെങ്ങും തോപ്പി പോയത്? നിന്റെ വീട് അവിടെ അല്ലല്ലോ. അവിടെ ചെത്ത് തെങ്ങുണ്ട്. ഞാൻ ഇത്തിരി കള്ളു കുടിക്കാൻ വേണ്ടി തെങ്ങ കയറിയപ്പോഴാ എന്നെ കണ്ടതും ശവവും വണ്ടി ഇട്ടേച്ച് അവർ ഓടിക്കളഞ്ഞു. ചാണ്ടിക്കുഞ്ഞാശാന്റെ വണ്ടി. ശവം കൊണ്ടുവന്നാരാണെന്ന് നിനക്ക് ഒരു പിടിയില്ലേ? ഇല്ല സാർ, നല്ല ഇരുട്ടായിരുന്നു. സംഭവം വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഓടിപ്പോരുന്നത് താമരാക്ഷനും പുഷ്കരനും കണ്ടു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. നീ വീട്ടിലേക്ക് വയ്ക്കോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോ തൽക്കാലം ആരോടും പറയണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാവരും അകത്തു പോകും, എന്റെ തൊപ്പി തെറിക്കും. ഇതൊക്കെ ഇത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ? അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രമല്ലല്ലോ, താനും അകത്ത് പോകും. അതങ്ങനെ? അത് ഞാനിനി വിസ്തരിക്കണോ? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണോ? ആ അപ്പു എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് എല്ലാവരുടെയും ഭാഗ്യം. അവനൊരു വിടുവായന. നാളെ നേരം വെളുത്ത സംഗതി ലോകം മുഴുവൻ അറിയും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ. ആ ബോഡിയും കാറും അവിടുന്ന് മാറ്റണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. പക്ഷെ അപ്പു ആ അപ്പു കള്ളു കുടിച്ചിരുന്നു. അതുകൊണ്ട് അത് മെഡിക്കൽ ടെസ്റ്റ് തെളിയിക്കാം. ഫിറ്റായപ്പോ അവന്റെ ഒരു ഹാലൂസിനേഷൻ. എല്ലാം വെറും തോന്നൽ. ആരും ആരെയും കൊന്നിട്ടില്ല, അവന് ചുമ്മാ തോന്നിയതാ. അപ്പൊ പിന്നെ ആ പെണ്ണെവിടെ പോയി? ആ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഏതോ ഒരു നൃത്തക്കാരി പെണ്ണ് മിസ്സിംഗ്, കാണാനില്ല. എടോ ഗോപ, ആ? നമുക്കൂടെ പോകാമായിരുന്നു. നല്ല 1-ാം തരം വിഡ്ഢികളെയാണ് അയച്ചിരിക്കുന്നത്. ആ, താനൊന്ന് സമാധാനപ്പെട്. അവര് പോയി ബോഡിയായിട്ട് വരട്ടെ. കഷ്ടകാലത്തിന് നമ്മളെ ആരെങ്കിലും കണ്ടാ അതോടെ തീർന്നു. അവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യേ, കുക്കറിനെ ഇവിടെ നിൽക്ക്, ഞാൻ വീട് റിപ്പോർട്ട്. അതങ്ങ് മനസ്സിരിക്കട്ടെ. അതെന്നാ? എടോ, കൊലപാതകമില്ലാത്ത എത്ര വഴികളുണ്ട് ഇവിടെ. താനല്ലേ എന്നെ ഈ വഴി കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താനിവിടെ ഞാൻ പോയിട്ട് വരാം. നിന്നേ, വഴിയിൽ എത്ര അനാഥ പ്രേതങ്ങൾ കിടക്കുന്നു. താനല്ലേ 1-ാം സാക്ഷി. അവിടെ താനിവിടെ നിൽക്ക്, ഞാൻ വീട് റിപ്പോർട്ട്. എടോ, ഞാൻ കണ്ടപ്പോ അനാഥ പ്രേതമല്ലായിരുന്നു, ജീവനുള്ള പ്രേതമായിരുന്നു. താൻ കണ്ടപ്പോൾ അനാഥ പ്രേതം. അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട് വരാം. നിക്ക്. ഏതായാലും ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചങ്ങ് പോവാം. എന്തായാലും 1-ാം സാക്ഷി പുക്കറിനാ. പറയും 1-ാം സാക്ഷി തന്നെ പറയും. മരിച്ചുപോയ വലിയൊരു ചവരക്കാരുണ്ടായിരുന്നു, വേലു. അങ്ങനെ പറയും. ദേ, ഗോപ, എന്താ ഇത്ര വൈകിയത്? ഒരു രക്ഷമില്ല മുതലാളി, അവിടെ ആളും ബഹളമായി പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയാ പോയത്. താൻ എന്താ ആലോചിക്കുന്നത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ഗോപ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരെ കൂടെ വരട്ടാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ.